Hi, good morning everyone. This is Lakshmi with you in OBG nursing classes. So today's topic is about ectopic pregnancy. സോ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലെ? സംതിങ് ഔട്ട്സൈഡ് ദ നോർമൽ. ശരിക്കും നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് യൂട്രസിലാണ് സംഭവിക്കുന്നത് അല്ലെ? ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിലാണ്, കുഞ്ഞു വളരുന്നതൊക്കെ യൂട്രസിലാണ്. പക്ഷെ എക്ടോപിക് എന്ന് പറയുമ്പോൾ എന്താണ്? യൂട്രസിൽ അല്ലാതെ ബാക്കി എല്ലാ ഭാഗത്തും, അവിടെ നല്ല കൈയൊക്കെ വിരിച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ട്യൂബ് ഉണ്ട്, ഓവറീസ് ഉണ്ട്, അബ്ഡോമൻ ഉണ്ട്, പല കാര്യങ്ങളും അവിടെ ഇരിപ്പുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യും? ഈ യൂട്രസിൽ ഇരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയി ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എക്ടോപിക് പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. Okay, the pregnancy in which the fertilized ovum is implanted and develops outside the normal uterine cavity. അതായത് നോർമൽ യൂട്രസിൽ നിൽക്കാതെ ഈ ഫെർട്ടിലൈസ്ഡ് ഓവം എങ്ങോട്ടാ പോകുന്നത്? ഔട്ട്സൈഡ് ദ യൂട്രസ്. യൂട്രസിന്റെ ക്യാവിറ്റിയുടെ പുറത്ത് എനിക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ ഓവം അവിടെ ഇരുന്ന് വളരുന്നതിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിന് പല സൈറ്റ്സ് ഉണ്ട് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട്. അതായത് ഇവര് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് പോയി ഇരിക്കേണ്ടത് തീരുമാനിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സൈറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ യൂട്രൈൻ ആൻഡ് ഇൻട്രാ യൂട്രൈൻ എന്നാണ്. സോ എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ പുറത്ത് അവർ എവിടേക്കാ പോവുക? ഒന്ന് ട്യൂബ് അല്ലെ? ട്യൂബ്സിൽ. അതാണ് ഏറ്റവും കോമൺ. ഓൾമോസ്റ്റ് 98% ഓഫ് ദ എക്ടോപിക് പ്രഗ്നൻസി ഹാപ്പൻസ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്. പിന്നെ ഓവറിയനിലാണെങ്കിൽ ഒരു 0.5% ഒക്കെ ഓവറിയിൽ വരുള്ളൂ. അബ്ഡോമൻ ആണെങ്കിൽ അതിലും ചെറുതാ, 0.1% ഒക്കെ ഉള്ളൂ. ഇനി അതിൽ തന്നെ നമ്മുടെ ട്യൂബിലാണെങ്കിൽ എന്താണ്? ആംബുള, പോർത്തോണം ട്യൂബിലെ നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസിയുടെ ഏറ്റവും കോമൺ സൈറ്റ് ചോദിച്ചാൽ ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിൽ ഏറ്റവും കോമൺ സൈറ്റ് ചോദിച്ചാൽ ആംബുളയാണ് കേട്ടോ, നമ്മുടെ ഡൈലേറ്റഡ് പാർട്ട്. സോ ആംബുളയിൽ 64%, ഇസ്തമസ് 25%, ഇൻഫണ്ടിബുലം 9% ആൻഡ് ഇൻഡസ്ട്രീഷ്യലിൽ 2% ആണ് എക്സ്ട്രാ യൂട്രൈൻ ട്യൂബൽ പ്രഗ്നൻസി വരുന്നത്. ഇനി ഇൻട്രാ യൂട്രൈൻ എന്ന് പറയുമ്പോൾ യൂട്രസിനകത്ത് തന്നെ, ഓക്കെ, അവർ നോക്കിയപ്പോൾ എന്താ? യൂട്രസിന് ക്യാവിറ്റിയുടെ പുറത്തൊന്നും പോകണ്ട, ഇതിനകത്ത് തന്നെ ഇച്ചിരി സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് സെർവൈക്കൽ. നമ്മുടെ സെർവിക്സിലേക്ക് പോയി ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് സെർവൈക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ദാറ്റ്സ് അബൌട്ട് 0.4%. ആൻഡ് കോർണുവൽ പ്രഗ്നൻസി. കോർണുവൽ എന്താണ്? നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ചെറിയ ജംഗ്ഷൻ. സോ കോർണുവൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 1% ഉള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മുടെ യൂട്രൈൻ ക്യാവിറ്റി. ഇവിടെ ഇരിക്കാതെ ട്യൂബിലേക്ക് പോകുമ്പോൾ ആംബുള, ഇതാണ് ഏറ്റവും കോമൺ കേട്ടോ. കോമണസ്റ്റ് വൺ ആണ് നമ്മുടെ ആംബുലറി പാർട്ടിലുള്ളത്. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രാമ്യൂറൽ, നമ്മുടെ മസിൽ ലെയറിലേക്ക് പോകുന്നു. പിന്നെ അബ്ഡോമിനൽ പ്രഗ്നൻസി ഉണ്ട്, സെർവൈക്കൽ ഉണ്ട്, ഒവേറിയൻ ഉണ്ട്, ഇസ്തമിക് പ്രഗ്നൻസി ഉണ്ട്. സോ നോർമൽ പ്രഗ്നൻസിയിൽ വാട്ട്സ് ഹാപ്പനിങ്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എംബ്രിയോ ഇംപ്ലാന്റഡ് നോർമലി ഇൻ ദ യൂട്രൈൻ ക്യാവിറ്റി. പക്ഷെ ഇത് കണ്ടോ, എക്ടോപിക് പ്രഗ്നൻസിയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്? ഇൻഡസ്ട്രീഷ്യൽ, ഇസ്തമിക്, ആംബുല, ഇൻഫണ്ടിബുല, ഒവേറിയൻ, പെരിട്ടോണിയൽ, സെർവൈക്കൽ, ഓക്കെ, ആൻഡ് അബ്ഡോമിനൽ. ഇനി നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി, നമ്മുടെ മെയിൻ ഏറ്റവും കോമൺ ആയിട്ട് ട്യൂബ്സ് ആയതുകൊണ്ട്, ഫലോപ്പിയൻ ട്യൂബിലായതുകൊണ്ട് നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി ആണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ദ റിസ്ക് ഫാക്ടേഴ്സ് എയ്തർ ഡിലേ ഓർ പ്രിവെന്റ് ദ മൈഗ്രേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് ഓവം ടു യൂട്രൈൻ ക്യാവിറ്റി ആൻഡ് സം ഫാക്ടേഴ്സ് ഫേവർ ദ നിഡേഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് ഓവം ഇൻ ദ ട്യൂബൽ മ്യൂക്കോസ. അപ്പൊ എന്തുകൊണ്ട് ഇത് ഈ ട്യൂബിൽ പോയി ഇങ്ങനെ കുഞ്ഞ് അവിടെ ഇരിക്കാൻ കാര്യം എന്താ? നമുക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, കുറച്ച് കാരണങ്ങൾ ഉണ്ടാവും. സോ ഈ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓവം എന്ത് ചെയ്യും? യൂട്രൈൻ ക്യാവിറ്റിയിൽ നിന്ന് പോകാതെ അവിടുന്ന് നേരെ എങ്ങോട്ടാ പോവുക? ട്യൂബിലേക്ക് പോകും. പക്ഷെ അവിടെ ചെന്നാലോ ഇവരെ ആരെങ്കിലും അവിടെ ഇരുത്തണ്ടേ അല്ലെ? അല്ലെങ്കിൽ അതിന് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഫേവറബിൾ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ അത് അവിടുന്ന് പോകും. സോ ആ ഫേവറബിൾ ഫാക്ടേഴ്സിന്റെയും കൂടെ ആക്ഷനോടുകൂടി അവിടെ നിഡേഷൻ, അതായത് ഒരു കൂടൊരുക്കി ട്യൂബിനകത്തിൽ തന്നെ അത് അവിടെ വളരും. അതിനെയാണ് നമ്മൾ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. നേരത്തെ അമ്മയ്ക്ക് പെൽവിക് ഇൻഫ്ലമേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതായത് ക്ലമീഡിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്യൂബിൽ ഇൻഫെക്ഷൻ, സാൽപിഞ്ചൈറ്റിസ്. നമ്മുടെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബിനെയാണ് നമ്മൾ സാൽപിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ട്യൂബൽ ഇൻഫെക്ഷൻ ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ലെയറും അവരുടെ സ്ട്രക്ചറും എല്ലാം മാറുകയാണ് ട്യൂബിന്റെ അല്ലെ. അപ്പൊ ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അത് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് വരുന്ന വഴിക്ക് തടഞ്ഞ് അവിടെ അങ്ങ് ഇംപ്ലാന്റ് ആയി. Then contraception failure, IUD use, sterilization, use of progestin only pill, കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നതിലും റിസ്ക് ഫാക്ടർ ആണ് എന്ത്? നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസിക്ക്.
ദെൻ ഹിസ്റ്ററി ഓഫ് ട്യൂബൽ റീകൺസ്ട്രക്റ്റീവ് സർജറി. ട്യൂബിന് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മൾ റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ട്യൂബിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്ഹഷൻസ് ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്, അതുവഴി ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ചാൻസും ഉണ്ട്. ദെൻ പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി, അമ്മയുടെ മുന്നത്തെ പ്രഗ്നൻസിയിൽ ഏതെങ്കിലും പ്രഗ്നൻസീസ് എക്ടോപിക് ആയിരുന്നെങ്കിൽ ഷീസ് അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക്. പിന്നെ പ്രീവിയസ് ഇൻഡ്യൂസ്ഡ് അബോഷൻ, നമ്മൾ അബോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇൻഡ്യൂസ്ഡ് അബോഷൻ, നമ്മൾ അബോഷൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ലീഡ്സ് ടു ട്യൂബൽ പ്രഗ്നൻസി. റിസ്ക് ഫാക്ടർ ഫോർ ട്യൂബൽ പ്രഗ്നൻസി. സോ ഇതാണ് ഒരു 4 weeks പ്രഗ്നന്റ് ട്യൂബ് ആണ് ഇത്. ഫലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻസി വന്നിട്ട് ഒരു ഏകദേശം 4 weeks ആയ ഒരു പിക്ചർ ആണിത്. ഇനി ട്യൂബൽ ഡെവലപ്മെന്റൽ ഡിഫക്ട്സ്, അതായത് ട്യൂബിന് എന്തെങ്കിലും, നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എവിടെ ഇരിക്കാനാണ് ഇഷ്ടം? ട്യൂബിൽ ഇരിക്കാൻ. അപ്പം ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ഇലോങ്ങേഷൻ, ഡൈവേർട്ടിക്കുലം, ആക്സസറി ഓസ്റ്റിയ, വേറെ എക്സ്ട്രാ ഓപ്പണിങ്സ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്. ട്യൂബൽ എൻഡോമെട്രിയോസിസ്, ട്യൂബിന് എൻഡോമെട്രിയോസിസ് എന്നുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വന്നാൽ ചാൻസ് ഉണ്ട്. ട്രാൻസ്പെരിറ്റോണിയൽ മൈഗ്രേഷൻ ഓഫ് ദ ഓവം, ഓവം എവിടെ പോകുന്നു? ട്രാൻസ്പെരിറ്റോണിയൽ, പെരിറ്റോണിയൽ ലെയറിൽ കൂടെ ഓവം മൈഗ്രേറ്റ് ചെയ്ത് പോവാണെങ്കിൽ ദാറ്റ് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ്. ദെൻ ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി, ഇൻഫെർട്ടിലിറ്റി ഉണ്ട്, അതിന്റെ ട്രീറ്റ്മെന്റ്സ് ART, നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഒക്കെ, അതിനൊക്കെ വിധേയമായിട്ടുള്ള അമ്മയാണെങ്കിൽ there is increased chance for ectopic pregnancy. So patent tubes ആയിരിക്കും, പക്ഷെ അതൊക്കെ ഡാമേജ്ഡ് ആണ്. കാരണം നമ്മൾ ഒത്തിരി പ്രൊസീജിയേഴ്സ് ചെയ്യും, ഒത്തിരി ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരുപാട് ചെയ്ത് ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി തിൻ അല്ലെ, ചെറിയ ഒരു സംഭവമാണ്. അപ്പം അതിനകത്തിന്റെ ലെയറിലൊക്കെ ഡാമേജസ് വന്നാൽ നമുക്ക് എന്ത് പറ്റും? ഈ എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇതാ കണ്ടോ, ട്യൂബ് ഒബ്സ്ട്രക്റ്റഡ് ബൈ എൻഡോമെട്രിയൽ ടിഷ്യൂ, ഇതാണ് എൻഡോമെട്രിയോസിസ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒബ്സ്ട്രക്ഷൻ. അപ്പൊ നമ്മുടെ ആരാ ഇവിടെ വന്ന് നിൽക്കുന്നത്? നോക്കി നിപ്പുണ്ട്, നമ്മുടെ സ്പേം ഇവിടെ വന്ന് നിപ്പുണ്ട്, ഓവ ഇവിടെ വന്ന് നിപ്പുണ്ട്. അപ്പൊ ഇവർ എങ്ങനെയും കഷ്ടപ്പെട്ടായിരിക്കും മീറ്റ് ചെയ്ത് ഇംപ്ലാന്റേഷൻ ഒക്കെ അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ തന്നെ അങ്ങ് എന്ത് പറ്റും? ഇംപ്ലാന്റേഷൻ അല്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് അവർ അവിടെ തന്നെ അങ്ങ് ഇംപ്ലാന്റ് ചെയ്ത് പോകും.